Welcome students. The topic is capital market. So we know what is financial market. നമുക്കറിയാം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെൻറ്റർ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ക്ലെയിംസ് ഓർ സർവീസസ്. അത് ഇൻഡിവിജ്വൽസിൻ്റെയും ഫേംസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒക്കെ ക്രെഡിറ്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്ററിനെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ രണ്ട് മെയിൻ പാർട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. മണി മാർക്കറ്റ് നമ്മൾ കണ്ടു, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അതുപോലെയുള്ള അനദർ പാർട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം നീഡ്സ്, ഓരോ ഫേംസിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും ഒക്കെ ലോങ് ടേം നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഒരു നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് എപ്പോഴും ഒരു ബിസിനസ്, ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, so that capital market refers to the institutional arrangements for facilitating the borrowing and lending of long-term funds. It is an organized mechanism for the effective and efficient transfer of money, capital or financial resources from the investing parties to the entrepreneurs engaged in industry or commerce. നമുക്കറിയാം, രണ്ട് പാർട്ടീസാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഒരു പാർട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും മറ്റൊരു പാർട്ടി പണം ആവശ്യമുള്ള ആൾക്കാരും, അതായത് ബോറോവേഴ്സും. സോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്തിട്ട് അത് പണം ആവശ്യമുള്ള ആളുകളിലേക്ക്, അതായത് ബിസിനസ് ചെയ്യുവാൻ ഫണ്ടില്ലാതെ ഫണ്ട് ആവശ്യമുള്ള ആളുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു, രണ്ട് പാർട്ടീസാണുള്ളത്, ബോറോവേഴ്സ് ഓഫ് ഫണ്ടും അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഓഫ് ഫണ്ടും. ആരൊക്കെയാണ് ബോറോവേഴ്സ്? ക്യാപിറ്റൽ മാർക്കറ്റിലെ ബോറോവേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? അതായത് ഫണ്ട് ആവശ്യമുള്ള ആളുകൾ ആരാണ്? പ്രൈവറ്റ് ആൻഡ് പബ്ലിക് മാനുഫാക്ചറിങ് കമ്പനീസ്, ട്രേഡിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് യൂണിറ്റ്സ്, ഈ ഇൻഡസ്ട്രീസിനൊക്കെ എന്ത് ആവശ്യമുണ്ടായിരിക്കും? ഫണ്ട് ആവശ്യമുണ്ടായിരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണെന്നുണ്ടെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടാവും. അവർക്ക് എന്തിനാണ് ഫണ്ട്? ടു മീറ്റ് ദെയർ ഡെവലപ്മെൻറ്റൽ നീഡ്സ് ആൻഡ് അതർ എക്സ്പെൻഡിച്ചേഴ്സ്. ഗവൺമെൻറ്റൽ എക്സ്പെൻഡിച്ചേഴ്സൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റ് ഡെവലപ്മെൻറ്റൽ ആവശ്യങ്ങൾക്കൊക്കെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് ആവശ്യമുണ്ടായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ആവശ്യമുള്ള പാർട്ടീസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആണ്, അതായത് കമ്പനീസാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെയാണ്. സോ ആരൊക്കെയാണ് ഇതിലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് എക്സസ് ഫണ്ട് കയ്യിലുണ്ടായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, കോർപ്പറേറ്റ് സേവേഴ്സ് ആയിരിക്കാം, കമ്പനികൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആവാം, ഇൻഷുറൻസ് കമ്പനീസ് ആവാം, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസീസ് ആയിരിക്കാം. ഇവരൊക്കെ ഒന്നുകിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടെ, ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോടു കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവർ രണ്ടുപേരാണ് ബോറോവേഴ്സും ഇൻവെസ്റ്റേഴ്സുമാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3: ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ലോങ് ടേം ലോൺ മാർക്കറ്റ്. സോ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് കോർപ്പറേറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിലനിന്നിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പിന്നെ ഒരെണ്ണം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സോ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള മാർക്കറ്റാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ആൻഡ് ലോങ് ടേം ലോൺ മാർക്കറ്റ്. ലോങ് ടേം ലോൺ മാർക്കറ്റ് ലോങ് പീരീഡിലേക്ക് ലോണുകൾ, അതായത് കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ഒക്കെ വെച്ചുകൊണ്ട് എടുക്കുന്ന ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ മാർക്കറ്റാണ് ലോങ് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ടേം ലോൺ മാർക്കറ്റ്, മോർട്ട്ഗേജസ് മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ്. സോ നമുക്ക് ഇതിൽ ഓരോ മാർക്കറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിൽ ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്.
ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ്. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർസ് ആവാം, പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം, ഡിബഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോണ്ടുകളായിരിക്കാം. അതായത് ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ, ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഈ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇതൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. സോ അതെല്ലാം അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. സോ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അതായത് ഫ്രഷ് ഷെയർസ്, ആദ്യമായിട്ട് ഒരു കമ്പനി ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. It is the market in which newly created organizations or existing ones offer their issue for the first time. So it is the market for the newly created securities or financial claims. പുതിയ സെക്യൂരിറ്റീസിൻ്റെ, ആ പുതിയ സെക്യൂരിറ്റീസ് ഒന്നുകിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കാം. അവർ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ മാർക്കറ്റിനെയാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. So it deals with those securities which are issued to the public for the first time. So പ്രൈമറി മാർക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. The next, secondary market. Secondary market is a platform wherein the shares of the companies are traded among investors. It means that investors can freely buy and sell shares without the intervention of the issuing company. ഒരു കമ്പനി ഫസ്റ്റ് ഇനീഷ്യലി അതിൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രൈമറി മാർക്കറ്റിലൂടെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഷെയർസ് ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഒരു കമ്പനിയിൽ നിന്നും ഷെയർസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾ അപ്രോച്ച് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിനെയാണ്. അതിനുശേഷം അയാൾക്ക് വേണമെങ്കിൽ ഈ ഷെയർ, അയാളുടെ കൈവശമുള്ള ഈ ഷെയർ അയാൾക്ക് ആവശ്യം വരുന്ന സമയത്ത് അതെന്ത് ചെയ്യാം? സെയിൽ ചെയ്യാം. സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ വാല്യൂ അയാൾക്ക് കിട്ടും. ഈ ഷെയർ വാങ്ങിക്കാൻ വേറൊരാൾ വില്ലിംഗ് ആയിട്ട് വരും. സോ അങ്ങനെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. So, in these transactions among investors, the issuing company does not participate in income generation and share valuation is rather based on its performance in the market. നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നത് കമ്പനിയാണെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ആ ഷെയറിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? മാർക്കറ്റിൻ്റെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ്. അതായത് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയെ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന് 10 രൂപയായിരുന്നു ആ കമ്പനി പ്രൈമറി ഇഷ്യൂ നടത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ അതിൻ്റെ റേറ്റ് 10 രൂപയായിരുന്നു. പക്ഷേ പിന്നീട് അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ കൂടി വരും. അത് സെക്കൻഡറി മാർക്കറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, സോ അവിടെ ആ കമ്പനിക്ക് യാതൊരു റോളും ഇല്ല. Income in this market is thus generated via the sale of shares from one investor to another. ഒരു ഇൻവെസ്റ്ററിൽ നിന്നും മറ്റൊരു ഇൻവെസ്റ്ററിലേക്ക് അത് കൈമാറിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറെ പേരാണ് ഗിൽഡ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. എന്തുകൊണ്ടാണ് ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്? അതിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് സാധാരണഗതിയിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെ ലോങ് പീരീഡിലേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, അറൗണ്ട് 20 years. അതായത് ഇപ്പോൾ നമ്മളുടെ അറ്റ് പ്രസൻറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് 20 വർഷമാണ് അതിൻ്റെ കാലാവധി. സോ അതിൽ കൃത്യമായിട്ട് ആ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡേറ്റ് വരെയാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സെക്യൂരിറ്റീസിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് ലോവസ്റ്റ് റിസ്ക് കാറ്റഗറിയാണ്. കാരണം നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അഷ്വറാണ്, അത് കിട്ടും എന്നുള്ള ഷുവർട്ടി നമുക്കുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ലോവസ്റ്റ് റിസ്ക് കാറ്റഗറിയാണ്. ദീസ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ത്രൂ ഓപ്ഷൻസ് കണ്ടക്റ്റഡ് ബൈ RBI, where the central bank decides the coupon or discount rate based on the response received.
അതായത് RBI ആണ് ഇതിൽ ഇടപെടുന്നത്. RBI ആണ് ഗവൺമെൻറ്റിന് ബിഹാഫായി നിന്നുകൊണ്ട് ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഓപ്ഷൻസിലൂടെയാണ്, ലേലം വിളിയിലൂടെയാണ് ഇതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ആ പ്രൈസ് ഒന്നുകിൽ ചിലപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിനായിരിക്കും വിൽക്കുന്നുണ്ടാവുക, അതായത് 0 കൂപ്പൺ ഡിസ്കൗണ്ട് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസിലൂടെയാണ്. RBI ആണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ സെക്യൂരിറ്റീസൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് നോർമലി സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് അതോറിറ്റീസ്. അത് അങ്ങനെ പറഞ്ഞാൽ സിറ്റി കോർപ്പറേഷൻസ്, പോർട്ട് ട്രസ്റ്റ് എക്സെട്ര. അതായത് പകുതി ഗവൺമെൻറ്റും പകുതി പ്രൈവറ്റും ആയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ടായിരിക്കും, അവരായിരിക്കാം. ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഓൾ ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് എൻ്റർപ്രൈസസ്, പബ്ലിക് കമ്പനീസ്, അതായത് മോർ ദാൻ 51% ഷെയർസും പബ്ലിക്കിൻ്റെ കയ്യിലുള്ള ഗവൺമെൻറ് ഓൺ ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ ആയിരിക്കാം ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. So most of the securities are issued as fixed interest bearing securities, though the government sometimes issues 0 coupon instruments and floating rate securities. Normally government securities ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ 0 കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് സെക്യൂരിറ്റീസ് ആയിട്ടും ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്? അതായത് ആരൊക്കെയാണ് ഈ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നത്? They may be banks, foreign investors, insurance companies, provident fund and trusts. ഇവരൊക്കെ ആയിരിക്കാം ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ these investors are required to hold a certain part of their investment or liabilities in government paper. ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഗിൽറ്റ് അടിച്ചിട്ട് സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗവൺമെൻറ് പേപ്പറിൽ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു certain പോർഷൻ തന്നെ എന്തുണ്ടായിരിക്കും, അത് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആഗ്രഹമുള്ള ഇൻവെസ്റ്റേഴ്സാണ് എന്ത് ചെയ്യുക, ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സാണ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. So the major participants in the government securities are commercial banks, because they hold a very substantial portion of the securities to satisfy their SLR requirements. So അതായത് മേജർ പാർട്ടിസിപ്പൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഈ ഒരു SLR റിക്വയർമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു റൂളുണ്ട്. RBIൻ്റെ ഒരു റൂളാണ് SLR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതായത് പിന്നെ ബാങ്കിൻ്റെ പിന്നെ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ക്യാഷ് അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റീസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ബാങ്കിന് എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, ക്രെഡിറ്റ് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആ SLR റിക്വയർമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേജർ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഓക്കെ, ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഓൾസോ ഇൻവെസ്റ്റ്. അവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അവിടെ കണ്ടീഷൻ ഉണ്ട്. ഡെഡിക്കേറ്റഡ് ഡെറ്റ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഡെറ്റ് ഫണ്ടിൽ 100% ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ, ഇക്വിറ്റി ഫേംസിൻ്റെ കേസിൽ 49% മാത്രമേ, അതായത് അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ഒരു കമ്പനിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പോൾ 49% വരെ ഇക്വിറ്റി ഫേംസിൻ്റെ കേസിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. So RBI as an agent of government manages and discusses these securities through its public debt offices located at various places. PDO അതായത് പബ്ലിക് ഡെറ്റ് ഓഫീസസ് ഉണ്ട്. അത് ഇന്ത്യയിലെ വേരിയസ് പ്ലേസുകളിൽ അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ RBI ആണ് ഇതിനൊരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ലോങ് ടേം സെക്യൂരിറ്റീസിന് ഇഷ്യൂ ചെയ്യുന്നത് ഒന്നുകിൽ ഇൻസ്ക്രൈബ്ഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ടായിരിക്കാം. അതായത് ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷനാണ്. അതായത് ഇത് വഹിക്കുന്ന ഈ ഒരു ഡോക്യുമെൻറ്റ് വഹിക്കുന്ന ആൾക്ക് ഇന്ന എമൗണ്ട് കൊടുക്കാം, ഇന്ന പീരീഡിൽ ഇന്ന എമൗണ്ട് കൊടുക്കാം എന്ന് പറയുന്ന അഷ്വർ ചെയ്യുന്ന നോട്ടിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിയറർ ബോണ്ടുകളായിട്ടായിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇങ്ങനെ 3 തരത്തിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. So these securities are open to all types of investors including individuals, and there is an active secondary market too. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു STCI
സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏജൻസി അവർ നമ്മളുടെ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് ഒരു എന്ത് കൊടുക്കുന്നുണ്ട്, സെക്കൻഡറി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മണി മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, STC അതിൻ്റെയൊക്കെ വരവ്. സോ അവരൊക്കെ അങ്ങനെയുള്ള സെക്യൂരിറ്റീസൊക്കെ അങ്ങനെയുള്ള ഏജൻസീസൊക്കെ വന്നതുകൊണ്ട് ഈ സെക്യൂരിറ്റീസ് എല്ലാവർക്കും, അതായത് ഇൻവെസ്റ്റേഴ്സിന് ആർക്കൊക്കെയാണോ അത് താല്പര്യമുള്ളത് അവർക്കൊക്കെ കൊടുക്കാനുള്ളൊരു അവസരമുണ്ടായി. For commercial banks, by pledging government securities with RBI, it can avail a one-day loan known as repo. റിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീപർച്ചേസ് എഗ്രിമെൻറ്റിൽ വാങ്ങിക്കുന്നതാണ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഈ സെക്യൂരിറ്റീസ് പ്ലഡ്ജ് ചെയ്യാം താൽക്കാലികമായിട്ട്. അവരിപ്പോൾ വാങ്ങിയിട്ടുള്ള ഈ സെക്യൂരിറ്റീസ് താൽക്കാലികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, RBIയിൽ പ്ലഡ്ജ് ചെയ്യാം. പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, അതിനുള്ള എമൗണ്ട് കിട്ടും. സോ വെനെവർ എ ബാങ്ക് നീഡ് മണി ഇറ്റ് ക്യാൻ അപ്രോച്ച് ദ RBI to take loans by pledging G-Secs. G-Secs എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് G-Secs എന്ന് പറയുന്നത്. So because of the collective existence of these three features, so ഈ സെക്യൂരിറ്റീസിന് G-Secs എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലോങ് ടേം ലോൺ മാർക്കറ്റ്. ലോങ് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ബാങ്കുകളും അതേപോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ ലോങ് ടേം ലോണുകൾ കൊടുക്കുന്നുണ്ട്. ആർക്ക്? കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സിന്. ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ എന്ന് പറയുമ്പോൾ IDBI, ICICI പോലെയുള്ള ബാങ്കുകൾ, അതായത് ഓരോ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ബാങ്കുകളാണ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ. ഈ ബാങ്കുകളും കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള അതിനെയാണ് ലോങ് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ലോങ് ടേം ലോൺ മാർക്കറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3: ടേം ലോൺ മാർക്കറ്റ്, മോർഗേജസ് മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ്. സോ എന്താണ് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടേം ലോൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഐദർ ലോങ് ടേം ഓർ മീഡിയം ടേം ലോൺസ്. ദീസ് ആർ സപ്ലൈഡ് ടു കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ബൈ ദ ഇൻട്രസ്റ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന IDBI, ICICI, IFCI. IDBI എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ആൻഡ് IFCI ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതുപോലെയുള്ള ബാക്കിയുള്ള ഫിനാൻഷ്യൽ കോർപ്പറേഷൻസൊക്കെ ഈ ടൈപ്പ് ലോണുകൾ ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കോൾഡ് ടേം ലെൻഡിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഓർ പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഈ ഡെവലപ്മെൻറ്റ് ബാങ്കുകളും ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോർഗേജസ് മാർക്കറ്റ്. മോർഗേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ മീതെ, ഇമ്മൂവബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ ഹൗസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ആയിരിക്കാം, അത് ഇൻവെസ്റ്റ്മെൻറ്റായി വെച്ചുകൊണ്ട് അത് അണ്ടർലൈങ് ആയി വെച്ചുകൊണ്ട് അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മോർഗേജ് എന്ന് പറയുന്നത്. So the lender keeps the asset as collateral until the borrower repay the total loan amount. നമ്മൾ ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി, ഇപ്പോൾ ഐദർ ഗോൾഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മളുടെ വീട് അല്ലെങ്കിൽ സ്ഥലം അങ്ങനെയുള്ളതൊക്കെ പണയപ്പെടുത്തിയിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. സോ അങ്ങനെയുള്ള മാർക്കറ്റിനെയാണ് മോർഗേജസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. Okay, so the mortgages market is a phrase that describes a vast array of institutions and individuals who are involved with mortgage finance in one way to another. മോർഗേജ് ഫിനാൻസ് ഡീൽ ചെയ്യുന്ന, മോർഗേജ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി അണ്ടർലൈങ് ആയി വെച്ചുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മോർഗേജ് എന്ന് പറയുന്നത്. സോ ദിസ് മാർക്കറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു 2 സെപ്പറേറ്റ് പ്രൈമറി മോർഗേജ് മാർക്കറ്റും അതുപോലെ സെക്കൻഡറി മോർഗേജ് മാർക്കറ്റും. പ്രൈമറി മോർഗേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർ ന്യൂ മോർഗേജസ് ആർ ഒറിജിനേറ്റഡ്. നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് ഒരു ബാങ്കിൽ നിന്ന് മോർഗേജ് അസറ്റ് വെച്ചുകൊണ്ട് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രൈമറി മോർഗേജ് മാർക്കറ്റ് എന്ന് പറയുന്നു. സെക്കൻഡറി മോർഗേജ് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ എക്സിസ്റ്റിംഗ് മോർഗേജസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഇങ്ങനെ ഓൾറെഡി മോർഗേജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ട്രാൻസാക്ഷൻസിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി മോർഗേജസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. Okay, historically the secondary mortgage market was small and relatively inactive. ശരിക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും അത് ആക്റ്റീവ് അല്ല എസ്പെഷ്യലി നമ്മളുടെ ഇന്ത്യയിലൊന്നും. ദെൻ തേർഡ് കാറ്റഗറി ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോമിസ് പ്രൊവൈഡ് ചെയ്യലാണ്.
അതായത് എ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഈസ് എ പ്രോമിസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ അനദർ കമ്പനീസ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഇഫ് ദാറ്റ് കമ്പനി കനോട്ട് മീറ്റ് ഇറ്റ്സ് ഒബ്ലിഗേഷൻ. അതായത് സാധാരണഗതിയിൽ ഒരു കമ്പനി, അതായത് ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ ആ കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാം. അതായത് ബാങ്കുകളോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഒരു ഗ്യാരണ്ടി അഷർ ചെയ്യുന്ന അതിനെയാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ ഇവിടെ മോർട്ട്ഗേജസ് ആയിട്ടൊന്നും വെക്കുന്നില്ല, കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടൊന്നും വെക്കുന്നില്ല, പകരം ആ ഒരു കമ്പനിയുടെ ഗുഡ് വിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാരണ്ടി നിൽക്കുന്നത്. സോ അങ്ങനെ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടീസ് ഇൻവോൾവ് ആകുന്ന മാർക്കറ്റിനെയാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ലോങ് പീരീഡിലേക്ക് കമ്പനികൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ്, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ്. സോ ഒന്നുകിൽ ലോങ് ടേം ലോൺ മാർക്കറ്റ്, ടേം ലോണുകൾ, മീഡിയം ടേം ഓർ ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോർട്ട്ഗേജസ് ആയി നിന്നുകൊണ്ട് കൊളാട്രൽ സെക്യൂരിറ്റി ബേസ് ചെയ്തുകൊണ്ട് ലോണുകൾ എടുക്കുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ 3 കാറ്റഗറീസ് ഓഫ് ലോങ് ടേം ലോൺ മാർക്കറ്റ്. അങ്ങനെ അപ്പോൾ 3 തരത്തിലുള്ള മാർക്കറ്റുകളാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷനായി വരുന്നത്. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റും ലോങ് ടേം ലോൺ മാർക്കറ്റും. ഇനി ഇതിൽ നമ്മൾ ഏറ്റവും ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത് ഇതിലെ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ പ്രൈമറി മാർക്കറ്റിനെ കുറിച്ചും സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ചുമാണ്.